ബാലൻ എന്ന സിനിമ എത്ര പേര് കണ്ടു? ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ്. പക്ഷേ ഈ സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ചെറിയൊരു പ്രശ്നം ഈ സിനിമയെപ്പറ്റി എൻ്റെ മനസ്സിലുണ്ട്. ഈ സിനിമയിൽ വലിയൊരു പ്ലോട്ട് ഹോൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത്രയും ബുദ്ധിമതിയും അത്രയും പ്ലാനിങ്ങും ഉള്ള ഒരു അമ്മ എന്തുകൊണ്ട് തൻ്റെ മകനെ കൂട്ടിക്കൊണ്ട് വരാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോയില്ല? ആ ഒറ്റ കാരണം കൊണ്ടാണ് ആ മകൻ 6, 7 കൊല്ലം വളരെ മോശം അവസ്ഥയിൽ ജീവിക്കേണ്ടി വന്നത്. ആ മകനെ കൂട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് നമ്മൾ ചിത്രരോഗിയിലൂടെ നോക്കാൻ പോകുന്നത് ആ പ്ലോട്ട് ഹോളും അതിന് പറ്റിയ ഒരു ഓൾട്ടർനേറ്റീവ് ക്ലൈമാക്സുമാണ്. ഈ സിനിമയുടെ ടൈം ലൈൻ ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ആ അമ്മയ്ക്ക് ആ മകൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ പറ്റുമായിരുന്നു. പക്ഷേ വന്നില്ല എന്നാണ് സിനിമ പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് ഒട്ടും കൺവിൻസിങ് ആയി തോന്നിയില്ല. ഓൺലൈനിൽ പലരും ഇതിനെപ്പറ്റി പല എക്സ്പ്ലനേഷനും പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് ഒട്ടും തന്നെ കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. ഷംനാത്തെ കൊന്നു കഴിഞ്ഞ് വൈകിട്ട് 4 മണിക്കാണ് ഈ നായികയായിട്ടുള്ള ഈ അമ്മയ്ക്ക് ഫോൺ കോൾ വരുന്നത്. പ്രായമായിട്ടുള്ള ആ അമ്മുമ്മയെ കാണാൻ വീട്ടുകാർ വരുന്നുണ്ടെന്ന്. എന്നാൽ അത് കേട്ട ഉടനെ ആ നായികയ്ക്ക് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാമായിരുന്നു. ഭ്രാന്തുള്ള ആ സ്ത്രീയെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി അവിടെ ആ വീട്ടുകാർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ മകൻ്റെ അടുത്ത് എത്താമായിരുന്നു. ഇനി ആ ബസ് സ്റ്റോപ്പിൽ മകൻ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അവിടെ നാട്ടുകാർ കൂടിയത് കൊണ്ട് ഈ അമ്മ അവിടെ എത്തിയപ്പോഴത്തേക്കും മിണ്ടാൻ പറ്റിയില്ല, മകൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റിയില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഈ പവിത്രം പോലീസ് വരുന്നത് നന്നായിട്ട് ഇരുട്ടിയിട്ടാണ്. അതായത് കുറച്ചും കൂടെ സന്ധ്യയായിട്ടാണ് ഈ പോലീസ് വരുന്നത്. അതിനു മുമ്പ് അവിടെ നാട്ടുകാർ ആ കൊച്ചിനോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പോലും ഈ അമ്മയായിട്ടുള്ള ഈ സ്ത്രീക്ക് അവിടെ വന്ന് ആ നാട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് മകനെയും കൂട്ടിക്കൊണ്ട് കൂളായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. അതിനുള്ള കഴിവ് ഈ അമ്മയ്ക്ക് നല്ലോണം ഉണ്ട്. എനിക്ക് തോന്നിയത് ഈ ഭാഗത്ത് ആ പ്ലോട്ട് ഹോൾ ഒരു വലിയൊരു പ്ലോട്ട് ഹോളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതെങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാമെന്നൊന്ന് നോക്കാം. ഈ കഥയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ ഈ പ്ലോട്ട് ഹോൾ കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഇല്ലാണ്ടാവും. ഈ പ്രായമായ അമ്മുമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഭ്രാന്തുള്ള സ്ത്രീയെ തപ്പിപ്പിടിച്ച് അവരെ ഈ വീട്ടിൽ ആരും അറിയാതെ താമസിപ്പിച്ചു എന്ന് വേണം കരുതാൻ. അല്ലാതെ 4 മണിക്ക് ആ കോള് വന്നപ്പോൾ ഓടിപ്പോയി ആ ഭ്രാന്തുള്ള സ്ത്രീയെ കണ്ടുപിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവരെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തി എന്ന് പറയണത് വിശ്വസിക്കാൻ പറ്റില്ല. അതിന് കുറേ സമയമെടുക്കും. വീട്ടുകാരവിടെ സിനിമയിൽ വരുന്നത് കാണിക്കുന്നത് വെളിച്ചമുള്ള സമയത്താണ് വരുന്നതായിട്ട് കാണിക്കുന്നത്. ആ നേരം കൊണ്ട് എന്തായാലും ഈ സ്ത്രീയെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ല. അതിനേക്കാട്ടിലും ഭേദം ഓടി രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഭ്രാന്തുള്ള സ്ത്രീയെ ഇവിടെ ഓൾറെഡി വീട്ടിൽ താമസിപ്പിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. വൈകുന്നേരം 4 മണിയായപ്പോഴത്തേക്കും ഈ ഫോൺ വന്നു. ആ ഫോണിൽ വിളിച്ച് പറയുന്നത് വീട്ടുകാർ രാത്രി ഒരു 7 മണിയോടെ അവിടെ എത്തും എന്ന് വിളിച്ച് പറഞ്ഞു എന്ന് നമ്മളൊന്ന് സങ്കല്പിക്കുക. ഇത് കേട്ട ഉടനെ ആ നായികയായിട്ടുള്ള അമ്മ ബാഗ് പാക്ക് ചെയ്ത് രക്ഷപ്പെടാൻ പോകുന്നു. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഷംനാത്ത. അകത്ത് കയറിയ ഷംനാത്ത നായികയോട് എന്തൊക്കെയോ കുറേ സംസാരിക്കുന്നു, കുറേ കാര്യങ്ങൾ മിണ്ടി. എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടും ഈ ഷംനാത്ത പോകില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് അവരുടെ 2 കൂട്ടുകാരികൾക്ക് വഴി തെറ്റി എവിടെയോ നിൽക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഫോൺ വരുന്നത്. അപ്പോൾ ആ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ഷംനാത്ത നായികയോട് സ്കൂട്ടർ ഓടിക്കാൻ പറയുന്നു. ഷംനാത്ത വന്നത് ഒരു സ്കൂട്ടറിലാണെന്ന് സങ്കല്പിക്കുക. അപ്പം നായികയോട് സ്കൂട്ടർ ഓടിക്കാൻ പറയുന്നു. പുറകിൽ ഷംനാത്ത ഇരിക്കുന്നു. കുറച്ച് ദൂരം അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഈ നായിക സ്കൂട്ടർ ആരുമില്ലാത്ത ഒരു വഴിയിലേക്ക് അങ്ങോട്ട് കയറ്റും. ഒരു കാട് പിടിച്ച ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകും. ഇത് കണ്ടതോടുകൂടി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ഷംനാത്ത വണ്ടി നിർത്താൻ പറയുന്നു. ഒച്ച വയ്ക്കുന്നു. നായിക വണ്ടി നിർത്തുന്നു. അവർ തമ്മിൽ വലിയൊരു ഉന്തും തള്ളും നടക്കുന്നു. ഈ മരിച്ച അമ്മുമ്മയുടെ പഴയ സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ നായികയ്ക്ക് ഒരു ചെറിയ പിസ്റ്റൾ കിട്ടിയിരുന്നു. അത് അവരുടെ അരക്കെട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഷംനാത്ത അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നായിക ഈ പിസ്റ്റൾ എടുത്ത് അവരെ വെടിവെച്ചങ്ങ് കൊല്ലുന്നു. ആരുമില്ലാത്തൊരു കാടായതുകൊണ്ട് ഈ വെടിവെച്ച ശബ്ദവും ഒന്നും ഉണ്ടായത് ആരും അറിയുന്നില്ല. ഈ ബോഡി വേഗം ഒരു കുറ്റിക്കാട്ടിലേക്ക് അങ്ങ് വലിച്ചിട്ടിട്ട് നായിക വണ്ടി എടുത്ത് വേഗം വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ നിന്ന് ആ പാക്ക് ചെയ്ത ബാഗും എടുത്ത് ഇറങ്ങാൻ നേരത്ത് കുറച്ച് സമയം പോയിരിക്കുന്നു. കാരണം ഈ ഷംനാത്തയും കൂട്ടിക്കൊണ്ട് ആദ്യം ഷംനാത്ത വരുന്നു, അവരോട് സംസാരിക്കുന്നു, അവരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു, ഒന്നും തള്ളും ആവുന്നു, വെടിവെച്ച് കൊല്ലുന്നു, ആ ബോഡി കുറ്റിക്കാട്ടിലേക്ക് ഇടുന്നു. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും 4 മണിയും കഴിഞ്ഞ് ഒരു 7 മണിയായെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇത് കാരണം ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ നല്ലോണം ഇരുട്ടിയിരുന്നു. അവിടെ കൊച്ചിനെ കാണാനില്ല. അപ്പോൾ
ശരിക്കും അവിടെ പവിത്രൻ പോലീസ് വന്ന് ആ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരുന്നു. ഇതറിയാത്ത ആ അമ്മ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആവുമ്പോൾ പോലീസ് വീണ്ടും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നു. ഇതപ്പോൾ പോലീസിനെ കാണുന്നത് കൊണ്ട് ഈ സ്ത്രീക്ക് ചെന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അവസാനം പോലീസ് വീണ്ടും അവനെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോൾ ഈ അമ്മ ആരും കാണാതെ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് ഒളിച്ചിരിക്കും. എന്നിട്ട് പോലീസ് സ്റ്റേഷന്റെ ഡോറിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, ഇവൻ എപ്പോഴെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോന്ന്. പക്ഷെ ഈ മകൻ ആരും കാണാതെ ഏതോ സൈഡിൽ കൂടെയാണ് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുന്നത്. ഇത് ഈ അമ്മ കാണുന്നില്ല. ഓടി രക്ഷപ്പെട്ടു പോയ ആ മകൻ ഓടി ഏതോ ഒരു ലോറിയിൽ കയറി എങ്ങോട്ടോ പോയി രക്ഷപ്പെടുന്നു. ആ ലോറി അവനെ കർണാടകത്തിൽ എങ്ങോട്ടോ എത്തിക്കുന്നു. മകൻ എങ്ങോട്ട് പോയി എന്നറിയില്ല. മകനെ കാത്ത് ഈ അമ്മ ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെ എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു. കുറേ വർഷങ്ങൾ അവിടെ കാത്ത് ഇങ്ങനെ ജീവിക്കുന്നു. ഇങ്ങനത്തെ ഒരു രീതിയിലായിരുന്നെങ്കിൽ ഈ ഒരു പ്ലോട്ട് ഹോൾ ഇല്ലായിരിക്കും. ഈ പ്ലോട്ട് ഹോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ചിത്രരോഗിയുടെ ഈ ഒരു ഓൾട്ടർനേറ്റ് ക്ലൈമാക്സിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതാണോ അതോ സിനിമയിലുള്ളതാണോ നിങ്ങൾക്ക് കൂടുതൽ കൺവിൻസിംഗ് ആയി തോന്നിയത്? കമന്റിൽ പറയുക.